വ്യാജ പരാതി കൊടുക്കാനേ ഒരു ബുദ്ധിമുട്ടുമില്ല. വീട്ടിൽ നിന്നൊരു മെയിൽ എഴുതി അയച്ചാൽ മതി, നമ്മുടെ ജീവിതം തീരും. നമ്മളൊക്കെ എന്ത് റിസ്കിലാണ്, വൾണറബിലിറ്റിയിലാണ് പോകണമെന്ന് നോക്കിക്കോണം. എന്നോട് ദേഷ്യം തോന്നി ടി വി ചാനലൊക്കെ പറയുന്ന ഒരാൾ നാളെ ഒരു ഇമെയിൽ അയച്ചിട്ട് പോലീസിനോട്, എനിക്ക് അനോണിമിറ്റി ഉണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് അനോണിമിറ്റി ഉണ്ട്, നമ്മളെ പേര് പോലും പറയാൻ കഴിയില്ല. അതായത് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ നമ്മളെ 2 വർഷം ജയിലിലുള്ള വകുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടിയുടെ പേര് പോലും പറയാൻ കഴിയില്ല. വെറുതെ ടൈപ്പ് ചെയ്ത് രാഹുൽ ഈശ്വർ എന്നെ 15 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കേസ് അയക്കുകയാണെങ്കിൽ നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരും, കോടതിയിൽ ഓടേണ്ടി വരും, കോടതി എന്നെ രൂക്ഷമായിട്ട് വിമർശിക്കും, നീ മിണ്ടരുതെന്ന് പറയും. നാളെ എനിക്ക് എന്റെ ഡിഫൻസ് പറയാൻ പോലും കഴിയില്ല. അതായത് ആ പുരുഷന്മാർക്ക് ശബ്ദം ഉയർത്താൻ പോലും പറ്റാത്ത ശബ്ദം ഉയർത്താൻ പോലും പറ്റാതെ വിഷമിച്ച് വേദനിച്ച് അങ്ങനെ ഒരുപാട് കേസുകൾ, 1, 2 അല്ല. എനിക്ക് ഫുൾ ബോധ്യമുള്ളതുകൊണ്ട് പറയാൻ, ഇനി ആ കേസുകളെല്ലാം കോടതിയിൽ തെളിയുകയും ചെയ്യും. ശ്രീ ദിലീപിനെ, ശ്രീ സിദ്ദിഖിനെ, ശ്രീ വിജയബാബുവിനെ, ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെ, ഒമർ ലുലുവിനെ, എത്ര പേരെ നമുക്ക് ഈ രീതിയിൽ വ്യാജ പരാതികൾ കൊണ്ട് വേട്ടയാടിയതേ കാണാം. പലതിനും കോടതികൾ ഇവർക്ക് വേണ്ടി അനുകൂലമായ ശക്തമായ നിലപാടുണ്ട്. ഉദാഹരണം എൽദോസ് കുന്നപ്പള്ളി, ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത പ്രഗത്ഭനായ പെരുമ്പാവൂർ MLA, അദ്ദേഹത്തിനെതിരെ വന്ന വ്യാജ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് എന്താ അറിയാമോ? പ്രോസിക്യൂഷനോട്, പോലീസുകാരോട്, നിങ്ങൾ ചുമ്മാ സിനിമാ കഥ വന്ന് പറയരുത് എന്നാണ്. നിങ്ങൾ വെറുതെ വന്ന് സിനിമാ കഥ പറയുന്നത്. കോടതി പോലും സിനിമാ കഥകളായി മാറി. കാര്യം എന്താ അറിയോ? പോലീസുകാരുടെ മനസ്സെന്താന്ന് കൂടെ പറയാം. പോലീസുകാരെങ്കിൽ ഒരു വ്യാജ പരാതി വന്നാൽ അവൻ വാദിച്ച് ജയിക്കട്ടെ. നമുക്ക് പരമാവധി നമ്മുടെ ഈ സിനിമ ഉണ്ടല്ലോ, തുണ്ടുമുതലും ദൃസാക്ഷിയിലും അലൻസിയർ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഗ്രാവിറ്റി കൂട്ടി കൊടുക്കാം, നമുക്ക് അങ്ങനെ കുറച്ച് ഗ്രാവിറ്റി കൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞ് കള്ളക്കഥ എഴുതും. കാര്യം പോലീസുകാർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പോലീസുകാർ പറയുന്നത് നീ കോടതി പൊക്കുമെന്നാണ്. കോടതി പോകുന്നു പറഞ്ഞാൽ ശ്രീ ദിലീപിനോ രാമപിള്ള സാറിനെയോ ശ്രീ സിദ്ദിഖിനോ രാമപിള്ള സാറിനെയോ മുകുൾ റോത്തകിയോ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വിട്ടുപോയി ആരെയും കൊണ്ടുവരാൻ പറ്റും?